നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില മനുഷ്യർക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന്? അത് കഠിനാധ്വാനം കൊണ്ടാണോ, അതോ വെറും ഭാഗ്യമാണോ? പലപ്പോഴും ഇതിന് പിന്നിൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു നിഗൂഢ സത്യമുണ്ട്. അതാണ് ഡാർക്ക് സൈക്കോളജി. നമ്മുടെ സ്നേഹിതൻ, സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി, ഇവർ പോലും അറിയാതെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ? നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും നിങ്ങളുടേതല്ല, മറിച്ച് മറ്റൊരാൾ നിങ്ങളിൽ കുത്തിവെച്ചതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? മനുഷ്യ മനസ്സിന്റെ ഈ ഇരുണ്ട വശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. എന്താണ് ഡാർക്ക് സൈക്കോളജി? എന്താണ് യഥാർത്ഥത്തിൽ ഈ ഡാർക്ക് സൈക്കോളജി? ലളിതമായി പറഞ്ഞാൽ, മറ്റൊരാളുടെ ചിന്തകളെയും വികാരങ്ങളെയും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര തന്ത്രങ്ങളാണിവ. ഇത് കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ വില്ലന്റെ പ്ലാൻ പോലെ തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, മാർക്കറ്റിംഗിൽ, രാഷ്ട്രീയത്തിൽ, എന്തിന് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ വരെ ഈ തന്ത്രങ്ങൾ നിരന്തരം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. സാധാരണ സൈക്കോളജി മനുഷ്യനെ സഹായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ, ഡാർക്ക് സൈക്കോളജി ലക്ഷ്യമിടുന്നത് മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ചൂഷണങ്ങളിലൂടെ സ്വന്തം കാര്യം നേടിയെടുക്കുക എന്നതാണ്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും അപകടകരമായ മേഖലയാണിത്. ഈ സീരീസിന്റെ ലക്ഷ്യം ഈ ഒരു വീഡിയോയിലൂടെ മാത്രം തീരുന്നതല്ല ഈ വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. ദ ഷാഡോസ് ഓഫ് മൈൻഡ് ഡാർക്ക് സൈക്കോളജി സീരീസ്. ഇതിന്റെ ആദ്യ ഭാഗമായ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ വിവരങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കാനല്ല, മറിച്ച് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആരെങ്കിലും നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും നിങ്ങളെ തന്നെ പ്രതിരോധിക്കാനും വേണ്ടിയാണ്. അറിവാണ് ഏറ്റവും വലിയ ആയുധം. തുടങ്ങുന്നതിന് മുൻപ് ഒരു ചോദ്യം. നിങ്ങൾ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുൻപിൽ നോ പറയാൻ കഴിയാത്തതുകൊണ്ടോ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ കാരണം താഴെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് മനുഷ്യ മനസ്സിന്റെ ആ നിഗൂഢമായ ലോകത്തേക്ക് കടക്കാം. ഗ്യാസ് ലൈറ്റിംഗ്, മനസ്സിനെ തളർത്തുന്ന കളി. 1. എന്താണ് ഗ്യാസ് ലൈറ്റിംഗ്? ഡാർക്ക് സൈക്കോളജിയിലെ ഏറ്റവും മാരകമായ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേയുള്ളൂ: ഗ്യാസ് ലൈറ്റിംഗ്. സ്വന്തം ബുദ്ധിയെയും ഓർമ്മശക്തിയെയും മാനസിക നിലയെയും ഒരാൾ തന്നെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന തന്ത്രമാണിത്. 1944 ഗ്യാസ് ലൈറ്റ് എന്ന സിനിമയിൽ നിന്നാണ് ഈ പേര് വന്നത്. ആ സിനിമയിൽ നായകൻ നായികയെ ഭ്രാന്തിയാക്കാൻ വേണ്ടി വീട്ടിലെ ഗ്യാസ് വിളക്കുകളുടെ വെളിച്ചം കുറയ്ക്കുകയും നായിക അത് ചോദിക്കുമ്പോൾ നിനക്ക് തോന്നുന്നതാണ്, വെളിച്ചത്തിന് ഒരു കുറവുമില്ല എന്ന് നിരന്തരം കള്ളം പറയുകയും ചെയ്യുന്നു. ഒടുവിൽ നായിക തനിക്ക് ശരിക്കും ഭ്രാന്താണെന്ന് വിശ്വസിച്ചു തുടങ്ങുന്നു. 2. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഒരു ഗ്യാസ് ലൈറ്റർ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങളെ തളർത്തുന്നത്. നിഷേധം, ഡിനയൽ. നിങ്ങൾ ഒരാളോട് പറയുകയാണ്, നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വാക്ക് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, നീ വെറുതെ സ്വപ്നം കാണുന്നതാണ് എന്ന്. വളരെ ആത്മവിശ്വാസത്തോടെ അവർ ഇത് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ശരിക്കും ഞാൻ തെറ്റിദ്ധരിച്ചതാണോ എന്ന്. കുറ്റപ്പെടുത്തൽ, ബ്ലെയിമിംഗ്. നിങ്ങൾ ഒരു കാര്യം ചോദിച്ചാൽ വിഷയം മാറ്റി നിങ്ങളെ കുറ്റപ്പെടുത്തും. നിന്റെ സ്വഭാവം മോശമായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് അവർ പറയും. അവസാനം തെറ്റ് ചെയ്ത ആൾക്കു പകരം ഇരയായ നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരുന്നു. ഒറ്റപ്പെടുത്തൽ, ഐസൊലേഷൻ. നിങ്ങളുടെ സുഹൃത്തുക്കളും വീട്ടുകാരും നിങ്ങളെക്കുറിച്ച് മോശമാണ് പറയുന്നത് എന്ന് അവർ വിശ്വസിപ്പിക്കും. അതോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ അവർ മാത്രമായി ചുരുങ്ങും. അതോടെ അവരുടെ നിയന്ത്രണത്തിലാകും നിങ്ങളുടെ ലോകം. 3. സാധാരണ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ. ഓഫീസുകളിൽ മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരോട് ഇത് ചെയ്യാറുണ്ട്. ഞാൻ നിനക്ക് ആ മെയിൽ അയക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് ബോസ് ചോദിക്കുന്നു. നിങ്ങൾ അയച്ചിട്ടില്ല എന്ന് ബോസിനറിയാം, പക്ഷേ അയക്കാൻ പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം കള്ളം പറയും. നിങ്ങൾ അത് വിശ്വസിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകരുന്നു. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ പങ്കാളിയുടെ കള്ളത്തരങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ, നിനക്കെന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്, നിനക്ക് സൈക്കോളജിസ്റ്റിനെ കാണേണ്ടി വരും എന്ന് പറയുന്നതും ഗ്യാസ് ലൈറ്റിംഗിന്റെ ക്ലാസിക് ഉദാഹരണമാണ്. 4. ഇതിന്റെ അനന്തരഫലങ്ങൾ. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. തുള്ളിത്തുള്ളിയായി മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷിംഗ് നടത്തുന്നത് പോലെയാണ്. മാസങ്ങളോ വർഷങ്ങളോ ഇത് തുടരുമ്പോൾ ഇരയാക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വാസമില്ലാതാകുന്നു. എന്തിനും ഏതിനും മറ്റൊരാളുടെ അനുവാദം വേണമെന്ന അവസ്ഥ വരുന്നു. ഇത് കഠിനമായ ഡിപ്രഷനിലേക്കും ഉത്കണ്ഠയിലേക്കും നയിക്കാം. പ്രേക്ഷകരോട്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിയുക. ലവ് ബോംബിംഗ്, സ്നേഹം കൊണ്ടുള്ള കെണി. 1. എന്താണ് ലവ് ബോംബിംഗ്? ഡാർക്ക് സൈക്കോളജിയിലെ ഏറ്റവും മനോഹരമായ എന്നാൽ ഏറ്റവും അപകടകരമായ കെണിയാണ് ലവ് ബോംബിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരാളുടെ മേൽ സ്നേഹം ബോംബ് പോലെ വർഷിക്കുക എന്നാണ് ഇതിനർത്ഥം.
ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ അമിതമായ സ്നേഹം, പരിഗണന, സമ്മാനങ്ങൾ, പുകഴ്ത്തലുകൾ എന്നിവ നൽകി നിങ്ങളെ ലോകത്തിന്റെ അറ്റത്തുകൊണ്ടിരുത്തും. ഇത്രയും നല്ല ഒരാളെ എനിക്ക് എങ്ങനെ കിട്ടി എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് അവരുടെ വിജയം. ഇതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. നിങ്ങളെ അവരിൽ അമിതമായി ആശ്രയിക്കുന്ന ഒരാളാക്കി മാറ്റുക. ഇമോഷണൽ ഡിപ്പെൻഡൻസി. 2. ലവ് ബോംബിങ്ങിന്റെ ലക്ഷണങ്ങൾ. ഇത് വെറും പ്രണയമാണോ അതോ ലവ് ബോംബിംഗ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിന് ചില പ്രത്യേക രീതികളുണ്ട്. അമിത വേഗത. ദ സ്പീഡ്. പരിചയപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നീയാണ് എന്റെ ജീവൻ, നമുക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെ ഇവർ പറയും. ഒരു സാധാരണ ബന്ധം വളരാനെടുക്കുന്ന സമയം ഇവർ നൽകില്ല. അമിതമായ പുകഴ്ത്തൽ. നിന്നെപ്പോലെ സുന്ദരിയായ അല്ലെങ്കിൽ കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ കുറവുകളെ പോലും അവർ പുകഴ്ത്തി പറയും. എപ്പോഴും കൂടെയുണ്ടാകുക. 24 മണിക്കൂറും മെസ്സേജുകൾ, കോളുകൾ. നിങ്ങൾ എവിടെയാണെങ്കിലും അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഇത് തുടക്കത്തിൽ സന്തോഷം നൽകുമെങ്കിലും പതിയെ അതൊരു ശ്വാസമുട്ടലായി മാറും. 3. കെണിമുറുകുന്ന ഘട്ടം. ഡീവാലുവേഷൻ ഫേസ്. നിങ്ങൾ അവരെ പൂർണ്ണമായും വിശ്വസിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായി എന്ന് അവർക്ക് ഉറപ്പായാൽ, അടുത്ത ഘട്ടം തുടങ്ങും, ഡിവാലുവേഷൻ. അതുവരെ നൽകിയ സ്നേഹം അവർ പെട്ടെന്ന് പിൻവലിക്കും. കാരണങ്ങളില്ലാതെ അവർ ദേഷ്യപ്പെടും, നിങ്ങളെ അവഗണിക്കും. ആ പഴയ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വഴങ്ങിക്കൊടുക്കും. അവരുടെ എല്ലാ തെറ്റുകളും നിങ്ങൾ ക്ഷമിക്കും. ഇവിടെയാണ് നിങ്ങൾ ഒരു ഇരയായി മാറുന്നത്. നിങ്ങളെ മാനസികമായി അടിമയാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ ലൂപ്പാണിത്. 4. എന്തിനാണ് ഇവരിത് ചെയ്യുന്നത്? മിക്കവാറും നാർസിസിസ്റ്റുകളും സോഷ്യോപതിക് സ്വഭാവമുള്ളവരുമാണ് ഇത് ചെയ്യുന്നത്. മറ്റൊരാളെ നിയന്ത്രിക്കുക എന്നതിൽ അവർ ഒരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് നിങ്ങൾ ഒന്നുമല്ലെന്നും അവരില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ലെന്നും വരുത്തി തീർക്കുകയാണ് ഇവരുടെ പ്രധാന അജണ്ട. ഓർക്കുക, നിങ്ങളുടെ പ്രണയബന്ധം അമിതവേഗത്തിലാണോ സഞ്ചരിക്കുന്നത് എങ്കിൽ ഒന്ന് നിൽക്കുക, ചിന്തിക്കുക. മിററിംഗ് മൈനസ്. നിഴൽ പോലെ പിന്തുടരുന്ന കെണി. 1. എന്താണ് മിററിംഗ്? നമ്മൾ സാധാരണയായി ആരോടാണ് പെട്ടെന്ന് അടുക്കുന്നത്? നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മുടെ അതേ ഇഷ്ടങ്ങളുള്ള ആളുകളോടല്ലേ? ഈ ഒരു മനഃശാസ്ത്രപരമായ പ്രത്യേകതയെ ചൂഷണം ചെയ്യുന്ന തന്ത്രമാണ് മിററിംഗ്. ലളിതമായി പറഞ്ഞാൽ, ഒരു കണ്ണാടി പോലെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പ്രതിഫലിപ്പിക്കുക. നിങ്ങളുടെ സംസാര ശൈലി, ശരീരഭാഷ, എന്തിന് നിങ്ങളുടെ ശ്വസന രീതി പോലും ഇവർ അനുകരിക്കുന്നു. നിങ്ങളും അവരും തമ്മിൽ വലിയൊരു സോൾ കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. 2. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ഡാർക്ക് സൈക്കോളജിസ്റ്റ് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്. നിങ്ങൾ കൈകെട്ടിയിരുന്നാൽ അവരും കൈകെട്ടിയിരിക്കും. നിങ്ങൾ സംസാരിക്കുമ്പോൾ തല ചായ്ച്ചാൽ അവരും അത് അനുകരിക്കും. ബോധപൂർവമല്ലെങ്കിലും നമ്മളെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരാളോട് നമുക്ക് ഉപബോധ മനസ്സിൽ ഒരു വിശ്വാസം തോന്നി തുടങ്ങും. താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർ പറയും, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഷനും യാത്രകളാണ് എന്ന്. നിങ്ങൾക്കൊരു പ്രത്യേക സിനിമയോ പാട്ടോ ഇഷ്ടമാണെങ്കിൽ അവരും അതിന്റെ വലിയ ആരാധകനായി മാറും. വാക്കുകൾ, കീവേഡ്സ്. നിങ്ങൾ സംസാരത്തിനിടയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില വാക്കുകളോ പ്രയോഗങ്ങളോ അവരും കടമെടുക്കും. ഇത് നിങ്ങളെ മാനസികമായി അവരിലേക്ക് അടുപ്പിക്കുന്നു. 3. അപകടം എവിടെയാണ്? മിററിംഗ് സ്വാഭാവികമായും ബന്ധങ്ങളിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഡാർക്ക് സൈക്കോളജിയിൽ ഇത് ഒരു മാസ്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കാൻ ഇവർക്ക് എളുപ്പമാകും. നിങ്ങൾ അവരെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ നിങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. ഒരു കച്ചവടക്കാരൻ നിങ്ങളെ ഒരു ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകാരൻ നിങ്ങളെ ചതിക്കാനോ ഈ മിററിംഗ് തന്ത്രം ഉപയോഗിക്കാം. ഇവിടെ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയല്ല, മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളായി അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. 4. എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെയാണ് ഒരാൾ നിങ്ങളെ മിററിംഗ് ചെയ്യുകയാണെന്ന് തിരിച്ചറിയുക? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അമിതമായി അനുകരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പെട്ടെന്ന് ഒരു മൂവ്മെന്റ് നടത്തുമ്പോൾ അവരും അത് ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും പ്രധാനമായി അവരുടെ താല്പര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരാളായും മറ്റൊരാളുടെ മുന്നിൽ വേറൊരാളായും അവർ മാറുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, അതൊരു കെണിയാകാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഗ്യാസ് ലൈറ്റിംഗ്, ലവ് ബോംബിംഗ്, മിററിംഗ് എന്നിങ്ങനെ 3 പ്രധാന ഡാർക്ക് സൈക്കോളജി തന്ത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഈ ലോകം അത്ര നിഷ്കളങ്കമല്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരിലും ബഹുമാനിക്കുന്നവരിലും ഇങ്ങനെയുള്ളവർ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ഈ വീഡിയോയുടെ ലക്ഷ്യം ആരെയും സംശയിക്കുക എന്നതല്ല, മറിച്ച് നമ്മളെ തന്നെ സംരക്ഷിക്കുക എന്നതാണ്. ഈ സീരീസിന്റെ അടുത്ത ഭാഗങ്ങളിൽ സൈലന്റ് ട്രീറ്റ്മെന്റ്, ഗിൽറ്റ് ട്രിപ്പിംഗ്, നാർസിസിസം തുടങ്ങിയ കൂടുതൽ അപകടകരമായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക,
അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധം.